ഞാൻ ഒരു ഫസ്റ്റ് ഡേ ഓഫ് മൈ പീരീഡാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മളങ്ങനെ നാണിക്കേണ്ട കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫേസ് കണ്ട ഭയങ്കര ടെൻസ്ഡാണ്, കൺതടൊക്കെ കറുത്തൊക്കെ ഇതായിട്ടുള്ള. അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ എനിക്ക് നടക്കാൻ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അലക്കാൻ കുറേ ഡ്രസ്സുണ്ട്, കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം, എന്തൊക്കെയാലേ. പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ, കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാൻ ബെഡിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ഫോൺ കാണാൻ ഡ്രാമ കണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത് പീരീഡ് സമയത്ത് നല്ലതാണ് കേട്ടോ. ഞാനിന്ന് ലീവ് എടുത്തിട്ടുണ്ടായി, നല്ല മഴയാണ്. പിന്നെ അനിയത്തിയാൾ സ്കൂൾ വിട്ട് വരാൻ സമയമാവുമ്പോഴാണ് ഞാൻ ചോറ് തിന്നത് തന്നെ. അപ്പോൾ ചോറും ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കൂട്ടിയില്ല, കാരണം പീരീഡ് സമയത്ത് ഒരിക്കലും നമ്മൾ ചിക്കൻ കൂട്ടാൻ പാടില്ല കേട്ടോ. ഇറ്റ് ക്യാൻ ട്രിഗർ അവർ ബോഡി. ഓക്കെ, ഈ ഒമേഗ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എൻ്റെ കാലിലും കയ്യിലും നടുവിലും ഏറിപ്പോയി ഞാനത് കുടിക്കുക വരെ ചെയ്യും. ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവാറ്. ഭയങ്കര ബോഡി പെയിനാണ്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, അതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ്. ഭയങ്കര അൺകംഫി ആയിട്ടും പിന്നെ ഒരുപാട് ക്രേവിങ്സ് ആയിരിക്കും എനിക്കുണ്ടാവാൻ. ഫസ്റ്റൊക്കെ സ്വീറ്റ്സൊക്കെ നല്ലോണം ക്രേവിങ് ചെയ്യും, പിന്നെ അങ്ങോട്ട് സ്പൈസി, അങ്ങനെ മിക്സ്ഡ് ക്രേവിങ്സും വരാറുണ്ട് കേട്ടോ. എന്നാലും പഠിക്കാനും നോട്ട് കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടിരുന്നു. നൈറ്റിൽ എനിക്ക് കാലുവേദന ഒക്കെ വരാനല്ലോ. ഓൾറെഡി എനിക്ക് വിറ്റാമിൻ കാൽഷ്യം കുറവിൻ്റെ ഒരു കാലുവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ പീരിയഡ് സമയത്ത് വിത്ത് എക്സ്ട്രാ പെയിൻഫുൾ ആയിരിക്കും അത്. പിന്നെ സെക്കൻഡ് ഡേയിൽ എൻ്റെ കൈയിൻ്റെ ഈ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ജോയിൻറ്റിൻ്റെ അവിടെ പെയിൻ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഗേൾ നോർമലാണ്. അത് ക്യൂർ ചെയ്യാനുള്ള ഓരോ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ അങ്ങനെ പഠിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആൽമണ്ട് തിന്നു ഞാൻ. ഈ ഒരു ദിവസം എനിക്ക് മര്യാദക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, കാരണം സംസാരിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഛർദ്ദിക്കാൻ വരും കേട്ടോ. അതാണ് മെയിൻ റീസൺ. ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു ഡേ ഞാൻ ഇന്ന് ലീവൊക്കെ എടുത്തു. അപ്പോൾ വല്ലാണ്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത്രക്കും അവസ്ഥയായിരുന്നു, രോഗ അവസ്ഥയായിരുന്നു. നിങ്ങൾ വീട്ടിലെ going through this time ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് ദാറ്റ് വുമൻ ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.